ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വീണ്ടും ഞാനൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് UK ജനറൽ ഇലക്ഷനാണ്. ഞാൻ ഇന്ന് വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഞാനും UK ഇലക്ഷൻ്റെ ഒരു പാർട്ടാവുകയാണ്. നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അതിൽ വരാനോ വോട്ട് ചെയ്യാനോ ഒന്നും പറ്റിയില്ല, ഇവിടെ ആയിരുന്നത് കൊണ്ട്. അപ്പോൾ വെറുതെ ഒരു ദിവസം ഞാൻ മൊബൈൽ നോക്കിയിരുന്നപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഇമെയിൽ വന്നു, ഇഫ് യു വാണ്ട് ടു രജിസ്റ്റർ ഫോർ ദി ഇലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് അതിൽ കയറി നോക്കി, എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നത് ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബ്രിട്ടീഷ് സിറ്റിസൺസിന് അല്ലെങ്കിൽ പാസ്പോർട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. 18 years എബോ ആണെങ്കിൽ UK BRP ബ്രിട്ടീഷ് റെസിഡൻസ് പെർമിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അവർക്കും ഇവിടെ വോട്ട് ചെയ്യാം. അപ്പം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനതൊരു വീഡിയോ ആക്കി നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ കാർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു പോൾ കാർഡ് വന്നിട്ടുണ്ട്. പോൾ കാർഡും എടുത്തിട്ടുണ്ട്. പോൾ കാർഡ് ഇസ് നോട്ട് മാൻഡേറ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബട്ട് സ്റ്റിൽ നമുക്കതുകൂടെ എടുത്തേക്കാം. അറിയില്ലല്ലോ അവിടെ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നാലും ഡീറ്റെയിൽസ് അറിയത്തുള്ളൂ. സോ ഞാൻ പതുക്കെ ഇറങ്ങുകയാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വോട്ട് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോവാണ്. ഒരു 4 minutes, ഹാർഡ്ലി 5 minutes വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. പെഡസ്ട്രിയൻ സിഗ്നലിന് വെയിറ്റ് ചെയ്യണം. ഇത് നമ്മളുടെ സിഗ്നൽ ആകുമ്പോഴാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് റെഡ് ആണ്, സിഗ്നൽ ആവട്ടെ. Now it's green. നമുക്ക് ക്രോസ് ചെയ്യാം. മോർണിംഗ് 7 to നൈറ്റ് 10 PM വരെ പോളിംഗ് സ്റ്റേഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ഞാനൊരു മോർണിംഗ് 10 o'clock ആയപ്പോഴാണ് ഇറങ്ങിയത്. തിരക്കുണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, ചെന്നിട്ട് നോക്കാം. ഈ കാണുന്നതാണ് ഡോണിങ്സ് ലെഷർ സെൻറ്റർ. ഇവിടുത്തെ സ്പോർട്സ് ആക്ടിവിറ്റീസ്, ജിമ്മ്, സ്വിമ്മിങ്, അങ്ങനെ മൾട്ടി സ്പോർട്സും എല്ലാം ഉള്ള സെൻ്ററാണ്. അവിടെയാണ് പോളിംഗ് നടക്കുന്നത്. സ്കൈ കണ്ടോ, നല്ല ബ്ലൂ സ്കൈ. ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു സെൻ്ററാണിത്. ബാഡ്മിൻ്റൺ, ജിംനാസ്റ്റിക്സ്, ബാസ്കറ്റ്ബോൾ. ഓക്കെ, നമുക്ക് ഇതാക്കി കയറാം. ഞാൻ സെൻറ്ററിനകത്ത് കയറി നോക്കി, പക്ഷേ ഇവിടെ അല്ല വോട്ടിംഗ് നടക്കുന്നത്, ഇതിൻ്റെ പുറത്താണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ പോളിംഗ് സ്റ്റേഷൻ എന്നുള്ളൊരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പേയ്മെൻറ്റ് വഴി നടന്നു പോയാൽ മതി. നോക്കട്ടെ. ഇവിടുത്തെ ഇലക്ഷൻ വളരെ സൈലൻ്റ് ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഒരു ബോർഡോ ഫ്ലെക്സോ ആൾക്കാരോ ഒന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ വളരെ ശാന്തമായിട്ടുള്ളൊരു ഇലക്ഷൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. കണ്ടോ, ഈ ഭാഗത്തൊന്നും ഒരു മനുഷ്യന്മാർ പോലും ഇല്ല പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ. നമ്മുടെ അവിടെയൊക്കെ ഒരു ആഘോഷമായി നടക്കുന്ന ഇലക്ഷൻ പ്രോസസ്സാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇതാ പോളിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു വലിയ ബോർഡ് കാണുന്നു. ഞാൻ അങ്ങോട്ട് നോട്ടെ. അവിടെയാണ് ഡോണിങ്സ് ഇൻഡോർ പോളിംഗ് ക്ലബ്. അതിനകത്താണ് പോളിംഗ് നടക്കുന്നത്. ഇലക്ഷനായിട്ട് മൊത്തത്തിൽ ശ്മശാന മൂകതയാണ് ഇവിടെ എല്ലാം. പോളിംഗ് സ്റ്റേഷനകത്ത് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഇല്ലീഗലാണ്. അതുകൊണ്ട് ഞാൻ അകത്ത് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഈ പോളിംഗ് സ്റ്റേഷനിലെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് നമ്മുടെ പേര്, അഡ്രസ്സ് എന്നീ കാര്യങ്ങൾ വെരിഫൈ ചെയ്യും. അതുപോലെ നമ്മുടെ BRP കാർഡ് ചെക്ക് ചെയ്യും.
പോൾ കാർഡ് ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് അതും വെരിഫൈ ചെയ്ത് അവർ സൂക്ഷിക്കും. പിന്നീട് നമുക്ക് ബാലറ്റ് പേപ്പർ തരും. ബാലറ്റ് പേപ്പറിൽ എല്ലാ കാൻഡിഡേറ്റ്സും അവരുടെ ചിഹ്നം, പാർട്ടി എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതുകൊണ്ട് നമ്മൾ ക്യാബിനിലേക്ക് പോയിട്ട് അവിടുന്ന് നമ്മളുടെ കാൻഡിഡേറ്റിന് നമ്മൾ വോട്ട് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് യൂസിങ് ദിസ് പെൻസിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, നമ്മുടെ കാൻഡിഡേറ്റിന് നേരെ മാർക്ക് ചെയ്തതിന് ശേഷം, ക്രോസ് മാർക്ക് ചെയ്തതിന് ശേഷം ബാലറ്റ് പേപ്പർ മടക്കി പെട്ടിക്കകത്ത് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ മഷി കയ്യിൽ പരട്ടുന്ന പരിപാടി ഇവിടെ ഇല്ല. ഹായ് ഗായ്സ്, അങ്ങനെ സക്സസ്ഫുള്ളി UK ഇലക്ഷൻ്റെ പാർട്ടായി വോട്ട് ചെയ്തു. വളരെ സിമ്പിൾ, ബഹളമില്ല, ആളില്ല, ഒന്നുമില്ല. വോട്ട് ചെയ്തിട്ട് ഇറങ്ങി. വളരെ നല്ല എക്സ്പീരിയൻസ്. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞ പോലെ എല്ലാം നല്ല എക്സ്പീരിയൻസസ് ആണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി ഇലക്ഷൻ 2024 UK ഇലക്ഷൻ്റെ പാർട്ടാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ലൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. Till then, take care, bye bye. Thank you for watching.